അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദുറൂസുൽ ഇഹ്സാനിലെ 3ാമത്തെ പാഠമായ വലില്ലാഹി അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ സുന്ദരമായ പേരുകൾ. അള്ളാഹുവിനുള്ള സുന്ദരമായ പേരുകൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും പാഠം ശ്രദ്ധിക്കട്ടോ. അതിന്റെ മുമ്പ് ഇപ്പൊ നമുക്കൊക്കെ ഒരുപാട് പേരുകൾ ഉണ്ടല്ലോ. വീട്ടിൽ നിന്ന് വിളിക്കണ പേര്, അതുപോലെ നമ്മളെ ഫുൾ നെയിം, നമ്മളെ കൂട്ടുകാരന്മാരെ വിളിക്കണ വേറെ പേര്, കൂട്ടുകാരികളെ വിളിക്കണ വേറെ പേര്, അങ്ങനെ ഒരുപാട് പേരുകൾ നമുക്ക് തന്നെ ഉണ്ടാവുമല്ലോ. അതേമാതിരി അള്ളാഹ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകളൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കണത്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാവരും നോക്കട്ടോ. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവനുമായ അള്ളാഹുവിന്റെ നാമങ്ങൾ എത്ര പരിശുദ്ധമാണ്. അവ നമ്മളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന അള്ളാഹുവിന്റെ പേരുകൾ എത്ര പരിശുദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് ബാക്കി നോക്കുക പുസ്തകത്തിലെ, പിറന്നു വീണ ഉടനെ നാം ആദ്യം കേൾക്കേണ്ടതും ദുനിയാവിൽ നിന്ന് പിരിയുമ്പോൾ അഥവാ നമ്മൾ മരിക്കുന്ന സമയത്ത് അവസാനം ഉച്ചരിക്കേണ്ടതും അള്ളാഹു എന്ന നാമമാണ്. നമ്മുടെ നാവിലും കൽബിലും എപ്പോഴും അത് ഉണ്ടായിരിക്കണം. അഥവാ നമ്മുടെ മനസ്സിൽ എപ്പോഴും അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം, അള്ളാഹുവിന്റെ പേരുകൾ ഉണ്ടായിരിക്കണം. അള്ളാഹുവിന് സുന്ദരമായ 99 നാമങ്ങൾ ഉണ്ട്. അവ നാം മനഃപ്പാഠമാക്കുകയും എന്നും ചൊല്ലി ദുആ ചെയ്യുകയും വേണം. അഥവാ അള്ളാഹുവിന്റെ സുന്ദരമായ 99 പേരുകളാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്. അതിന്റെ പേരാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്, സുന്ദരമായ പേരുകൾ എന്നുള്ളത്. അതാണ് നമ്മളെ പാഠത്തിന്റെ ഹെഡിങ്. ആ ബോക്സിക്ക് നോക്കുക എല്ലാവരും. അല്ലാഹു തആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹു പറയാണ് സൂറത്തുൽ അറാഫിലൂടെ, അല്ലാഹു തആല പറയാണ്, അള്ളാഹുവിന് സുന്ദരമായ പേരുകൾ ഉണ്ട്, അവ ഉപയോഗിച്ച് അവനോട് നിങ്ങൾ ദുആ ചെയ്യൂ. അപ്പൊ അള്ളാന്റെ അസ്മാഉൽ ഹുസ്നയിൽ പറയപ്പെട്ടതായ അള്ളാന്റെ 99 പേരുകൾ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിന് ഇജാബത്ത് ലഭിക്കും, അതിന് ഉത്തരം ലഭിക്കും. അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ ആ രൂപത്തിലൂടെ നമ്മൾ എന്താവുക, ദുആ ചെയ്താൽ മതി കേട്ടോ. ഇനി അവസാനത്തെ ഒരു ബോക്സും കൂടെ ഉണ്ടാവും നോക്കുക. അള്ളാഹുവിന്റെ അസ്മാവ് കൊണ്ട് ലഭിക്കുന്ന ചില ഗുണങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്നാമത്തെ ഗുണം എന്താണ്? മനഃപ്പാഠമാക്കിയവന് സ്വർഗം ലഭിക്കും. അഥവാ അള്ളാന്റെ 99 പേര് മനഃപ്പാഠമാക്കിയവർക്ക് എന്താവും? സ്വർഗം ലഭിക്കും. അപ്പൊ അത് കാണാതെ പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാണാതെ പഠിക്കട്ടെ, വലിയ പ്രയാസമൊന്നുമില്ല പഠിക്കാന്. അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. രണ്ടാമത്തെ ഗുണമാണ് കേട്ടോ അത്. അഥവാ നമ്മൾ അള്ളാന്റെ പേര് മുൻനിർത്തി ദുആ ചെയ്താൽ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ദുആ ചെയ്യണത്, അത് ഹലാലായ കാര്യങ്ങളാണെങ്കിൽ ആ കാര്യം നടക്കും. അപ്പൊ ആ രൂപത്തിലൊക്കെ വേണം ഇനി നമ്മൾ ദുആ ചെയ്യാൻ. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ 99 പേരുകളും പഠിക്കണം. അതാണ് നമ്മുടെ പുസ്തകത്തിൽ അടുത്ത പേജിൽ കൊടുത്തിട്ടുള്ളത്. നോക്കിയെല്ലാരും, അള്ളാന്റെ പേരുകളാണ് ആ പേജിൽ പറയുന്നത് കേട്ടോ. അള്ളാഹു റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. ആ രൂപത്തിൽ അങ്ങനെ സ്പീഡിൽ പഠിച്ചു പോയാൽ നമുക്ക് എന്താവും, വളരെ സുന്ദരമായിട്ട് ആ 99 പേരുകളും പഠിക്കാൻ സാധിക്കും. അപ്പോൾ നല്ലോണം മനസ്സിലാക്കി പഠിക്കുക. കാരണം പരീക്ഷയ്ക്ക് അതിൽ നിന്നൊക്കെ നമ്മുടെ തദ്രീബാത്തിലെ ചോദ്യങ്ങൾ കാണാണ്ട്. അപ്പൊ പരീക്ഷയ്ക്കും അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ ഇത് പഠിക്കണത് പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാന്ന് കരുതിയിട്ട് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്ന സമയത്ത് ഈ 99 പേരുകളും ചൊല്ലി ദുആ ചെയ്താൽ അതിന് ഉത്തരം ലഭിക്കും. നമ്മൾ മരണപ്പെട്ടു പോയാൽ ഇത് കാണാതെ പഠിച്ചവർക്ക് സ്വർഗം ലഭിക്കും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ട രൂപത്തിൽ കാണാതെ പഠിക്കട്ടോ. ഇനി അതിന്റെ അവസാനത്തേക്ക് നോക്കട്ടോ. ഈ നാമങ്ങൾ പഠിക്കുകയും പതിവായി ഉരുവിടുകയും അഥവാ പതിവായി ചൊല്ലുകയും ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടം നേടി സ്വർഗപ്രവേശനം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. അപ്പൊ ഇത് നല്ലോണം പഠിക്കണം കേട്ടോ മക്കള്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഉത്തരം എഴുതുക അല്ലെ. ഫസ്റ്റ് ചോദ്യം എന്താണ്? പിറന്നു വീണ കുഞ്ഞ് ആദ്യം കേൾക്കേണ്ട നാമം ഏതാണ്? അള്ളാഹു എന്ന നാമമാണ് ആദ്യം കേൾക്കേണ്ടത് അല്ലെ. അതുപോലെ അവസാനം കേൾക്കേണ്ട നാമം തന്നെയാണ് അള്ളാഹു എന്നാണ്. അള്ളാഹുവിന്റെ അസ്മാ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങളിൽ 2 എഴുതുക. ഏതൊക്കെയാണ് അള്ളാഹുവിന്റെ അസ്മാ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങള്? മനഃപ്പാഠമാക്കിയവന് സ്വർഗം ലഭിക്കും. അതുപോലെ അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. ഈ 2 ഗുണങ്ങൾ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചു അല്ലേ. ഇനി അവസാനത്തെ ചോദ്യമാണ് അള്ളാഹുവിന്റെ അസ്മാകളിൽ നിന്ന് 10 എഴുതാന്. അപ്പൊ ഒരുപാട് പേരുണ്ടല്ലേ, 99 പേരുണ്ടെന്നല്ലോ, ഇത് 10. ഫസ്റ്റത്തെ കുറച്ച് പഠിച്ചാൽ മതി, അതാണ് ഒന്നുകൂടെ സുഖം ഉണ്ടാവുക പഠിക്കാന്. നിങ്ങളെപ്പോഴും കേൾക്കണ വാക്കാളെ കരയിലധികം. അപ്പൊ അത് പഠിക്കട്ടോ. ഇനി ഈ പാഠത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്
ആ ഒരു ആയത്തുണ്ടല്ലോ അള്ളാഹു താല പറഞ്ഞ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് സുന്ദരമായ പേരുകളുണ്ട്, അവ ഉപയോഗിച്ച് അവനോട് നിങ്ങൾ ദുആ ചെയ്യൂ എന്ന് അള്ളാഹു പറഞ്ഞ ആ ആയത്തും അതിന്റെ അർത്ഥവും എന്താവുക പഠിക്കുക. ഇത്രയാണ് ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയ ഒരു പാഠാണ്. പിന്നെ അതിൽ അള്ളാഹുവിന്റെ 99 പേരുകൾ പഠിക്കാണ്ട് എന്നുള്ളത് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് പാഠം, ചെറിയ പാഠാണ്. അപ്പൊ നല്ലോണം പഠിക്കുക. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.